സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്. ഓരോന്നും പഠിക്കുന്നത് ഓരോ രീതിയിലാണ്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അത് ഡബിൾ ഡെറിവേറ്റീവ് ആയിരിക്കും. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആയിരിക്കും. അതെന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി ജനറൽ ഫോം നോക്കാം. ജനറൽ ഫോം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസിന്റെ ജനറൽ ഫോം എന്താണ്? ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കും, ഒരു പാടുമില്ല. സെക്കൻഡ് ഓർഡർ ആയിരിക്കണം, അതുകൊണ്ട് y ഡബിൾ ഡാഷ് കൊടുക്കുക. പ്ലസ് സംതിങ് ഇൻറ്റു y ഡാഷ് ആണ്. കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയതുകൊണ്ട് ആ സംതിങ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, പി വൈ ഡാഷ് പ്ലസ് ക്യൂ വൈ ഈക്വൽ ടു 0. ഈ 0 ആണെന്ന് എങ്ങനെ മനസ്സിലാകും? ഹോമോജീനിയസ് എന്ന് കേട്ടാൽ റൈറ്റ് സൈഡിൽ 0 ഇടാവും. അപ്പൊ ഓക്കെ ആണല്ലോ, കണക്ട് ചെയ്ത് പഠിക്കുക, വെറുതെ വാരി വലിച്ച് പഠിക്കാതിരിക്കുക. വൈ ഡബിൾ ഡാഷ് പ്ലസ് കോൺസ്റ്റന്റ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് കോൺസ്റ്റന്റ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ആ രീതിയിലാണ് ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. ഓരോ വാക്കും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇത് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ട്രിക്ക് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഡി ബൈ ഡി എക്സിനെ നിങ്ങൾ ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കും. അവിടെ ക്യാപിറ്റൽ ഡിയെ വിളിക്കുന്ന പേരെന്താണ്? ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നാണ്. വാക്കൊക്കെ ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിനെ എന്ത് വിളിക്കും? ക്യാപിറ്റൽ ഡി സ്ക്വയർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ എനിക്ക് മാറ്റി എഴുതാം. വൈ ഡബിൾ ഡാഷിനെ ഞാൻ ഡി സ്ക്വയർ താഴെ വൈ എന്ന് കൊടുക്കും. വൈ എന്ന് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഡി സ്ക്വയർ വൈ. ഓക്കെ, അതായത് ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് വൈ, താഴെയല്ല കൂടെയാണ് കേട്ടോ. പ്ലസ് p into derivative of y, okay, plus q into y is equal to 0. അത് നമ്മൾ എങ്ങനെ എഴുതുന്ന അറിയാവോ? ഡി സ്ക്വയർ കോമൺ എടുത്തിട്ട് ഡി സ്ക്വയർ പ്ലസ് പി ഡി പ്ലസ് ക്യൂ ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് എഴുതും. ഇങ്ങനെ എഴുതുന്ന ഈ ഇക്വേഷനെയാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട, ഡെഫിനേഷൻ ഒന്നും ചോദിക്കത്തില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തന്നത്. എനിവേ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തില്ല, എന്നാൽ നിങ്ങളൊന്ന് കേട്ടിരിക്കുക. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഡി സ്ക്വയർ പ്ലസ് പി ഡി പ്ലസ് ക്യൂ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതിനെ പലരും പല രീതിയിലാണ് എഴുതുന്നത്. ചില ടീച്ചേഴ്സ് എങ്ങനെ എഴുതും? എം സ്ക്വയർ പ്ലസ് പി എം പ്ലസ് ക്യൂ എന്ന് എഴുതും. ഡിക്ക് പകരം ഏത് അക്ഷരം വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡി ഈസ് ഈക്വൽ ടു സം ഉത്തരം കിട്ടും. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സൊല്യൂഷനെ കണ്ടുപിടിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ ഒരു സൊല്യൂഷൻ നോക്കി, 3x സ്ക്വയർ പ്ലസ് ത്രീ ഡി സ്ക്വയർ പ്ലസ് 2d പ്ലസ് 4 ഈക്വൽ ടു 0. ഇതേപോലത്തെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ഡിക്ക് കിട്ടുന്ന ഉത്തരങ്ങൾക്ക് പല ചാൻസ് ഉണ്ട്. ഒന്ന്, 2 ഉത്തരം വരാം. ചിലപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 2, ഡി ഈസ് ഈക്വൽ ടു -3. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് റിയൽ ആണ്, ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആണെന്നാണ്. ചില സമയത്ത് എന്ത് വരാം? ഡി ഈസ് ഈക്വൽ ടു 2, ഡി ഈസ് ഈക്വൽ ടു 2 ഇങ്ങനെ വരാം. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്ന് വിളിക്കും. മൂന്നാമത്തേത് കോംപ്ലക്സ് നമ്പർ പറയാം. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആവുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് വരും. എക്സാമ്പിൾ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി റിയൽ ആൻഡ് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ആ റൂട്ടുകൾ നമ്മൾ m1 m2 എന്ന് വിളിക്കും. സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ജി എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. വൈ ജി ഈസ് ഈക്വൽ ടു c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, റിയൽ ആൻഡ് ഈക്വൽ ആണെങ്കിൽ ആ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത ഈക്വൽ റൂട്ടിനെ ഞാൻ m എന്ന് വിളിക്കും. വൈ ജനറൽ ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. വൈ ജി ഈസ് ഈക്വൽ ടു c1 e റൈസ് ടു mx പ്ലസ് c2 x e റൈസ് ടു mx ആയിരിക്കും. എന്താണെന്നൊക്കെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റും. റിയൽ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഇത്, റിയൽ സെയിം ആണെങ്കിൽ ഇത്, കോംപ്ലക്സ് ആണെങ്കിൽ നോക്കിയേ സൊല്യൂഷൻ വരുന്നത് a പ്ലസ് ib ആയിരിക്കും. വൈ ജനറൽ എന്ന് പറയുന്നത് e റൈസ് ടു ax ഇൻറ്റു c1 cos bx പ്ലസ് c2 sin bx ആണ്. ഈ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഈ ബോക്സ് തന്നേക്കുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. വൈ ഡബിൾ ഡാഷ് മൈനസ് 6y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു 0. വൈ ഡബിൾ ഡാഷിനെ നിങ്ങൾ എന്താക്കുക? ഡെറിവേറ്റീവിന്റെ ഫോമിലാക്കുക. ഇനി ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇത് മാത്രം എഴുതിയാലും മതി. ഡബിൾ ഡെറിവേറ്റീവ് ആകുമ്പോൾ ഡി സ്ക്വയർ മൈനസ് സിംഗിൾ ഡെറിവേറ്റീവ് ആകുമ്പോൾ 6 ഇൻറ്റു ഡി പ്ലസ് ഇവിടെ ഡെറിവേറ്റീവ് ഇല്ല, 5 മാത്രം ഇൻറ്റു വൈ ഈക്വൽ ടു 0. അതിനെ വൈ ചേർത്ത് എഴുതിയേക്കുന്നതാണ് ഈ എഴുതിയേക്കുന്ന സാധനം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഡി സ്ക്വയർ മൈനസ് 6d പ്ലസ് 5 ആണ്. നിങ്ങൾ ഈ വരയെ സ്ക്വയർ ആയിട്ട് കണ്ടാൽ മതി, വരയെ പവർ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഡി 2 വര, ഡി സ്ക്വയർ മൈനസ് 6 1 വര, അപ്പൊ ഡി പ്ലസ് അവിടെ വൈ ഇല്ല, സോ 5.
ഓക്കെ, ഇതാണ് എന്ത് ഓക്സിലറി ഇക്വേഷൻ. ഡി സ്ക്വയർ മൈനസ് 6d പ്ലസ് 5 ഈക്വൽ ടു 0 എന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കഥയൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. നോക്കിയേ, കൂട്ടുമ്പോ -6ഉം ഗുണിക്കുമ്പോ 5ഉം വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? ഏതാണ് നമ്പേഴ്സ്? d+2 ഇൻറ്റു d-3, കറക്റ്റ് അല്ലേ? d-2 ഇൻറ്റു, ഓക്കെ ഒരു മിനിറ്റ്, ഓക്കെ 5ഉം നോക്കിയേ, കൂട്ടുമ്പോ 5 കിട്ടണം, കൂട്ടുമ്പോ -6 കിട്ടണം, ഗുണിക്കുമ്പോ 5 കിട്ടണം. ആ നമ്പേഴ്സ് 5ഉം 1ഉം ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? d+5 ഇൻറ്റു, പ്ലസ് അല്ല, നമുക്ക് -6 കിട്ടേണ്ടതുകൊണ്ട് എങ്ങനെ എഴുതാം? d-1 ഇൻറ്റു d-5 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇങ്ങനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ d-1 ഈക്വൽ ടു 0 ആണെങ്കിൽ d ഈക്വൽ ടു 1 വരും. d-5 ഈക്വൽ ടു 0 ആണെങ്കിൽ d ഈക്വൽ ടു 5 വരും. അപ്പൊ രണ്ട് ഉത്തരം കിട്ടി. അതായത് m1 ഈക്വൽ ടു 1 എന്നും m2 ഈക്വൽ ടു 5 എന്നും കിട്ടി. ഈ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. y1 ഉം y2 എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്ത് വരും? yg ഈസ് ഈക്വൽ ടു c1 e റൈസ് ടു ഒന്നാമത്തെ ആള് 1ഓ 5ഓ കൊടുക്കാം, ഓർഡർ ഒന്നും പ്രശ്നമില്ല. അപ്പൊ c1 e റൈസ് ടു 5x പ്ലസ് c2 e റൈസ് ടു x. ഈ c1ഉം c2ഉം കളഞ്ഞു കിട്ടുന്ന ആൾക്കാരാണ് ഇവിടെ y1 ഉം y2 ആയിട്ട് എഴുതുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു പാടുമില്ല, ഇക്വേഷൻ അറിയാമെങ്കിൽ ഒറ്റയടിക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇതേപോലെ തന്നെ d സ്ക്വയർ y പ്ലസ് dy പ്ലസ് y ഈക്വൽ ടു 0, d സ്ക്വയർ പ്ലസ് d പ്ലസ് 1 ഇൻറ്റു y ഈക്വൽ ടു 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് d സ്ക്വയർ പ്ലസ് d പ്ലസ് 1 ഈക്വൽ ടു 0 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ ആലോചിക്കാം? ഇവിടെ നമുക്ക് നേരത്തെ ആലോചിച്ചതുപോലെ കൂട്ടുമ്പോൾ അത് ഗുണിക്കുമ്പോൾ എന്ന് കിട്ടിക്കഴിഞ്ഞാലും 1ഉം 1ഉം ആണ്. അങ്ങനത്തെ നമ്പേഴ്സ് ഇല്ല. കൂട്ടുമ്പോൾ 1 ഗുണിക്കുമ്പോൾ 1 എന്ന് പറയുന്ന നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇക്വേഷൻ കൊടുക്കും. 10ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഇക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a അല്ലെ? അപ്പൊ ഇങ്ങനെ എന്ത് വരും? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബിയുടെ സ്ഥാനത്ത് 1 ആണ്, 1ന്റെ സ്ക്വയർ 1 ആണ്, 1 മൈനസ് 4ac. ഈ സാധനം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ചോദിക്കാട്ടോ. ഇത് അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ചോദിക്കാം. എനിവേ ലാസ്റ്റ് എന്ത് വരും? -1/2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3/2. റൂട്ട് ഓഫ് -3 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. √3i എന്ന് എഴുതും അല്ലെ? അപ്പൊ -1/2 പ്ലസ് ഓർ മൈനസ് i√3/2. പ്ലസും മൈനസും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുവാണ്. എന്തായാലും ഏത് ഫോമിലായി? a പ്ലസ് ഓർ മൈനസ് ib ഫോമിലായി. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ എന്താ പറഞ്ഞ? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് e റൈസ് ടു ax ഇൻറ്റു c1 cos bx പ്ലസ് c2 sin bx ആണ് അല്ലെ? അപ്പൊ ഇവിടെ പ്ലസ് ഓർ മൈനസ് നിങ്ങൾ നോക്കണ്ട. ആദ്യം കിടക്കുന്ന ആളാണ് a, ദാറ്റ് ഈസ് -1/2. അപ്പൊ e റൈസ് ടു ax ന് പകരം -1/2 x ഇൻറ്റു c1 cos b എന്ന് പറയുന്നത് രണ്ടാമത് കിടക്കുന്ന ആള്. പ്ലസോ മൈനസോ നിങ്ങൾ നോക്കണ്ട. അപ്പൊ c1 cos √3/2x പ്ലസ് c2 sin √3/2x. ബിയുടെ സൈൻ നിങ്ങൾ നോക്കണ്ട, പ്ലസ് ആകാം മൈനസ് ആകാം. പക്ഷെ എയുടെ സൈൻ മൈനസ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇനി ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് c1 ഇല്ലാതെ എഴുതുമ്പോഴാണ് നമുക്ക് y1ഉം y2ഉം കിട്ടുന്നത്. അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. എന്ത് കിട്ടും? d സ്ക്വയർ y പ്ലസ് 4dy പ്ലസ് 4y ഈക്വൽ ടു 0. കോമൺ എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. d സ്ക്വയർ പ്ലസ് 4d പ്ലസ് 4 ഇൻറ്റു y ഈക്വൽ ടു 0. അപ്പൊ ഇത്രയും കഥയൊന്നും നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം ഇത് d+2 ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ? a+b ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ d+2 ദ ഹോൾ സ്ക്വയർ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത്. സോ d+2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ d എന്ത് വരും? -2 വരും. ഒരു -2 ഉള്ളെങ്കിലും സ്ക്വയർ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് എന്ത് എഴുതാം? റൂട്ട് എന്ന് പറയുന്നത് -2, -2 ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോ സെയിം റൂട്ട് വന്നു. സെയിം റൂട്ട് m ആണെങ്കിൽ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? yg ഈസ് ഈക്വൽ ടു c1 e റൈസ് ടു mx പ്ലസ് c2 x e റൈസ് ടു mx. നമ്മൾ പഠിച്ചതാ അല്ലെ? അപ്പൊ എന്റെ സൊല്യൂഷൻ എന്താ നോക്കിയേ? നോക്കിയേ, c1 e റൈസ് ടു, നമ്മുടെ m എന്ന് പറയുന്നത് -2 ആണ്. സോ c1 e റൈസ് ടു -2x പ്ലസ് c2 x e റൈസ് ടു -2x. വേണമെങ്കിൽ e റൈസ് ടു -2x കോമൺ എടുക്കാം. e റൈസ് ടു -2x ഇൻറ്റു c1 പ്ലസ് c2x. ഇവിടെ വരെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. ഇവിടെയൊക്കെ വരുമ്പോൾ തെറ്റിക്കരുത്. d സ്ക്വയർ y ഉണ്ട് പ്ലസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇല്ലെന്ന് പറഞ്ഞാൽ 0dy. അത് എഴുതിയാലും പ്രശ്നമില്ല. അപ്പൊ d സ്ക്വയർ y പ്ലസ് 4y ആണ്, 4dy എന്ന് എഴുതി വെക്കരുത്. അപ്പൊ d സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു y ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിങ്ങൾ വര നോക്കുക. d 2 വര പ്ലസ് ഇവിടെ വരയില്ല, അപ്പൊ 4 മാത്രം. d സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. എന്ത് കിട്ടും അവിടെ? ഇതിന്റെയും കഥയൊന്നും എഴുതേണ്ട കാര്യമില്ല. d സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0,
ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു -4, ഡി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -4. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഞാൻ ഈ സ്ഥലത്ത് ഈ പറയുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇത് എഴുതിയാലും മതി കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ മൈനസ് പുറത്ത് വരുമ്പോൾ ഐ ആയിട്ട് പുറത്ത് വരും. 4ന്റെ റൂട്ട് 2 2i. 2iന് എനിക്ക് എങ്ങനെ എഴുതാം? 0 ± 2i എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? കോംപ്ലക്സ് നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആകെ a+ib ഫോം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, a+or-ib അല്ലെ. ആ ഫോമിലോട്ട് മാറ്റിയതാണ് 0 ± 2i. ഇനി എനിക്ക് എന്ത് കിട്ടും? ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയ റൂട്ടിലും +or- ഉണ്ട്, +or-2i ആണ്. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? e⁻ax എന്നാണ്. അപ്പൊ e⁻0x ഇൻറ്റു c1 cos bx, c1 cos 2x, ബിയുടെ സ്ഥാനത്ത് ഇവിടെ വന്നേക്കുന്നത് 2 അല്ലേ, c1 cos 2x പ്ലസ് c2 sin 2x. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം, e⁻0 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി, c1 cos 2x പ്ലസ് c2 sin 2x. അപ്പൊ എല്ലാ മെത്തേഡ്സും ആയല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. y" പ്ലസ് 6y' ഈക്വൽ ടു 0. എല്ലാ മെത്തേഡും പഠിച്ചു കഴിഞ്ഞു. ക്ലാസിന്റെ കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. d2y പ്ലസ് 6d, കണ്ടോ ആ ഒരു വര ഉള്ളത് കൊണ്ട് 6dy പ്ലസ് ഇവിടെ വൈയുടെ ടേം ഇല്ല, അപ്പൊ 0y ഈക്വൽ ടു 0. ദാറ്റ് ഈസ് y കോമൺ എടുക്കുമ്പോൾ d2 പ്ലസ് 6d ഇൻറ്റു y ഈക്വൽ ടു 0 അല്ലെ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? d2 പ്ലസ് 6d ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. d2 പ്ലസ് 6d ഈക്വൽ ടു 0, d ഇൻറ്റു കോമൺ എടുത്താൽ d പ്ലസ് 6 എന്ന് വരും അല്ലെ. അപ്പൊ d ഈക്വൽ ടു 0 ആകാം, അല്ലെങ്കിൽ d പ്ലസ് 6 0 ആകാം. ദാറ്റ് ഈസ് d ഈസ് -6. അപ്പൊ ഡബിൾ സൊല്യൂഷൻ അല്ലേ. m1 എന്ന് പറയുന്നത് 0 ആണ്, m2 എന്ന് പറയുന്നത് -6 ആണ്. ആൻസർ എന്ത് കിട്ടും? y1 ഈസ് ഈക്വൽ ടു e⁻0x, y2 ഈസ് ഈക്വൽ ടു e⁻−6x. അപ്പൊ എന്ത് കിട്ടും? c1 e⁻0x പ്ലസ് c2 e⁻−6x. c1 c2 ഇല്ലാതെ എഴുതുമ്പോഴാണ് y1 ഉം y2 ഉം കിട്ടുന്നത്. സോ c1 ഈ e⁻0 എന്ന് പറയുന്നത് 1 അല്ലേ. സോ c1 പ്ലസ് c2 e⁻−6 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. y" മൈനസ് 5y, എല്ലാം ഒരേപോലെയാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നേക്കുന്നത് കേട്ടോ. വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. വീഡിയോ പോസ് ആക്കിയിട്ട് സ്വന്തമായിട്ട് വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ ആൻസർ ശരിയാണോ എന്ന് നോക്കുക. y" മൈനസ് 5y' പ്ലസ് 6y ഈക്വൽ ടു 0. y" d സ്ക്വയർ എന്ന് വിളിക്കുക, മൈനസ് 5y' d എന്ന് വിളിക്കുക, പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് മാത്രം എഴുതി ഓക്സിലറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയാലും മതി. ഓക്കെ, ദ ഓക്സിലറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഗിവൺ ബൈ ഇതെന്ന് മാത്രം എഴുതിയാലും മതി. ഇത്രയൊന്നും എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. ഇത്ര എഴുതിയാൽ അത്രയും നല്ലത്. സോ നമ്മുടെ ഇക്വേഷൻ എനിക്ക് എങ്ങനെ മാറ്റാം? ഞാൻ ഇവിടെ അങ്ങ് സോൾവ് ചെയ്യാൻ പോവുകയാണെ. കൂട്ടുമ്പോൾ -5, ഗുണിക്കുമ്പോൾ 6. നിങ്ങളുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് d-3 ഇൻറ്റു d-2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് d ഈക്വൽ ടു 3 ഓർ d ഈക്വൽ ടു 2. അപ്പൊ നിങ്ങൾക്ക് സൊല്യൂഷൻ അറിയാം, c1 e⁻2x പ്ലസ് c2 e⁻3x. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് നോക്കുക, എഴുതി വെക്കുക. y" ഈക്വൽ ടു 0 ഉണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ഈ പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് തരും കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഡെറിവേറ്റീവ് തന്നങ്ങ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ d² മൈനസ് d-2 ഇൻറ്റു y ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ y എത്രയെന്ന് ചോദിച്ചാലും പരിപാടി എല്ലാം സെയിം തന്നെ. ഓക്സിലറി ഇക്വേഷൻ വേറെ പോയി കണ്ടുപിടിക്കേണ്ട എന്നുള്ള എളുപ്പമാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ k എന്താണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ k ഇട്ട് തന്നെ നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഫൈനൽ ആൻസറിൽ എന്ത് കിട്ടും? k എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കാണും. ആ രീതിയിൽ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക. ഓക്കെ ആണല്ലോ?